AI പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാരുടെ ജോലി പോകും. അത് ആൾക്കാരുടെ മാത്രമല്ല കമ്പനീസ് പോലും. അങ്ങനെയാണ് ഞാൻ സ്റ്റാഫിനോടെല്ലാം അന്നുള്ള നമ്മുടെ ടീം മെമ്പേഴ്സിനോടെല്ലാം പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാനത് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യുക. എല്ലാ ഒരു ബിസിനസ് ഓണേഴ്സിനും അവരുടെ സ്റ്റാഫ് എന്താ ചിന്തിക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടിയ ഒരു ടൈം കൊറോണ. ഒരു സർവീസ് സെക്ടറിലൊക്കെ അല്ലെങ്കിൽ പ്രോഡക്റ്റൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു എൻക്വയറി വന്നു, ഒരു കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ മിനിമം അവർക്ക് 2-3 ദിവസം എടുക്കും. അപ്പോൾ ഇതിന് ഞങ്ങൾ സിംഗിൾ ക്ലിക്കിൽ ഒരു മിനിറ്റിനുള്ളിൽ അവരുടെ കൊട്ടേഷൻ ജനറേറ്റ് പോകാത്ത രീതിയിലുള്ള സിസ്റ്റം. ഒരു സംരംഭകയാവുക എന്നുള്ളത് നിരവധി പേരുടെ മോഹമാണ്. ഒരു കർമ്മമേഖല കണ്ടുപിടിച്ച് വേണം അതിലേക്ക് ഇറങ്ങാനും. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ തുടങ്ങി വെച്ച ഒരു സംരംഭം ഏറ്റെടുത്തുകൊണ്ട് അത് വിജയിപ്പിക്കുക, സംരംഭകരെ സഹായിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ബിസിനസ്സായത് വളർത്തുക. പലർക്കും അതിശയകരമായി തോന്നാം, ചില കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ തുടങ്ങി വയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കില്ല അത് ആരെയൊക്കെ സഹായിക്കുമെന്ന്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും സഹോദരതുല്യനുമായ ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം സ്പാർക്കുള്ള ഈ കഥ പറയാനിരിക്കുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. കഥ പറയാനായി എന്നോടൊപ്പം ഇരിക്കുന്നത് ശ്രീ രൂപേഷാണ്. രൂപേഷ്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. താങ്കൾ എൻ്റെ ഈഗിൾ മെമ്പറാണ്, സഹോദരതുല്യനാണ്. നമ്മൾ നിരവധി യാത്രകൾ ചെയ്തിട്ടുണ്ട്, ദുബായും ചൈനയും അടക്കം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും രസികനാണ്. എല്ലാവരെയും 24 മണിക്കൂർ ചിരിപ്പിക്കാനുള്ള കഴിവ് താങ്കൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേദിയിലേക്ക് വന്നതിലൊരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. താങ്ക് യു. നാട് എവിടെയാണ്? കോട്ടയം ചങ്ങനാശ്ശേരി വാഴപ്പള്ളി എന്ന് പറയും. രൂപേഷിൻ്റെ പഠനമൊക്കെ? സ്കൂളിംഗ് എല്ലാം വാഴപ്പള്ളി സ്കൂൾ എന്ന് പറയും. എഞ്ചിനീയറിംഗ് പോയത് ഏറ്റുമാനൂർ മംഗളം കോളേജിലാണ്. എഞ്ചിനീയറിംഗ് എന്തായിരുന്നു? ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എഞ്ചിനീയറിംഗ് എടുത്തത്. താങ്കളുടെ പാരൻസ് ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ്സിലോ? ഇല്ല, അച്ഛൻ ഒരു റിട്ടയർഡ് റെയിൽവേ ഗാർഡായിരുന്നു. ഇപ്പം അമ്മ ഹൗസ് വൈഫ്, പിന്നെ ഒരു ചേട്ടനുള്ളത്. പഠനം കഴിഞ്ഞ് ജോലിയായിരുന്നു, എന്താ ചെയ്തത്? പഠനം കഴിഞ്ഞ് വെച്ചാൽ ആ സമയത്ത് തന്നെ, പഠിക്കുന്ന സമയത്ത് തന്നെ ചേട്ടൻ്റെ കൂടെ ഓഫീസിൽ പോയി ചേട്ടൻ തന്നെ വർക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എന്ത് വർക്ക്? ഡിസൈനിങ്ങും പിന്നെ ഈ SEO എന്നൊക്കെ പറഞ്ഞ എൻ്റെ കീവേഡ് ആഡ് ചെയ്യുക, അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ അന്ന് ചെയ്യായിരുന്നു. പിന്നെ അതിന് ശേഷം ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് ഈ കോഴ്സ് കഴിഞ്ഞ് അവിടെ ജോലി തപ്പുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഫ്രണ്ട്സൊക്കെ 2-3 പേര് ബോംബെയിലോട്ട് പോയി. അതൊരു ബോയ്സർ എന്നൊക്കെ പറഞ്ഞൊരു ഗുജറാത്ത് ബോർഡർ, ജോസ്, അജു എന്നൊക്കെ പറയും. അപ്പോൾ അവരെന്നെയും വിളിച്ചുകൊണ്ട് പോയി, നമുക്ക് അവിടെ പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞു. അവർ ഓൾറെഡി സെറ്റിൽഡാണ്, അവിടെ ജോലിയായിരുന്നു. അപ്പം അങ്ങനെ അവിടെ പോയി ഒരു ഡിസൈനിങ്ങും ഇൻസ്ട്രുമെൻറ്റേഷനും പല ഇതൊക്കെ നോക്കി ഒരു 3-4 മാസമൊക്കെ നിന്നപ്പോൾ നമുക്ക് ഒരു രക്ഷയില്ല, ഭയങ്കര. അങ്ങനെ ഒരു ദിവസം അമ്മ വിളിച്ചപ്പോൾ അമ്മ ഒറ്റ വാക്ക്, എന്നൊക്കെ പറ്റത്തില്ലെങ്കിൽ പോന്നേക്കടാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ തിരിച്ചെത്തി. പിന്നെ ഇപ്പോൾ തിരിച്ചെത്തി ഇവിടെ വന്നപ്പോഴാണ് ചേട്ടന് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നു. ചേട്ടന് ഒമാനിൽ ടെക് എന്നുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പം പുള്ളി ചോദിച്ചു, നിനക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിന് എംപ്ലോയീസ് ഒക്കെ ഉണ്ട്? അന്ന് പക്ഷേ 6 പേര് ആ റേഞ്ചിലുള്ള ആളുകൾ. അതെ, ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ സ്ഥാപനം. അപ്പോൾ അദ്ദേഹം വിദേശത്തേക്ക് പോകുമ്പോഴത്തേക്കും താങ്കളോട് ചോദിക്കുകയാണ്, ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നിനക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് പ്രായമുണ്ട്? അന്ന് 20 വയസ്സ് പയ്യനാണ്. അപ്പോൾ ഇത് എവിടെയാണ് ഈ ഓഫീസ്? ഇത് കോട്ടയം. എവിടെയായിരുന്നു? ആക്ച്വലി നമ്മുടെ ബിസിനസ് കമ്പനിയുടെ ഇത് പറയുകയാണെങ്കിൽ ചേട്ടന് ഞങ്ങളുടെ വീടൊരു 1150 വർഷം പഴക്കമുള്ള പഴയൊരു തറവാട്. ഒന്നുകൂടെ, 1180 വർഷം പഴക്കമുള്ള വലിയൊരു തറവാട്, പഴയ തറവാട്. അത് കേരളത്തിൽ അത്രയും പഴക്കമുള്ള, ഇത് കേട്ട് കഴിഞ്ഞ ആൾക്കാർ നമ്മളെ ചീത്ത വിളിക്കുമോ? അതിന് പഴക്കമുള്ള തറവാട്, ഒരുപാട് സ്റ്റോറീസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു. ഇത് എന്ത് തലമുറകൾ മാറി വന്നതാണ്? ഞങ്ങളുടെ ഫാമിലിയൊക്കെ വന്നിട്ട് ഒരു 400 years ആയിട്ടുള്ളൂ, തലമുറകൾ മാറി മാറി വന്നത്. അതിനുമുമ്പ് ഈ വെളുത്തുമ്പിതളവ ഒക്കെ വന്ന് താമസിച്ച വീടാന്ന് പറഞ്ഞിട്ട്. കാരണം ചങ്ങനാശ്ശേരി മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്, ഇനോഗ്രേറ്റ് ചെയ്തത് വെളുത്തുമ്പിതളവയാണ്. വെളുത്തമ്പിതളവയുടെ ആരെങ്കിലും പിന്തലമുറക്കാരനാണോ? അല്ല, ഞങ്ങൾ ഈ കണ്ണൂരിൽ നിന്ന് വന്ന ആൾക്കാർ, മറ്റേ കോട്ടയം രാജ്യത്തെ പടത്തലന്മാർ, ആ ഒരു അങ്ങനെ വന്ന കൈമൾ അങ്ങനത്തെ കുടുംബം. അപ്പം അങ്ങനെ വന്ന് ഉദ്ഘാടനത്തിന് ശേഷം വെളുത്തുമ്പിതളവ അവിടെ ഒരാഴ്ചയോളം നമ്മുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അപ്പം ആ വീട് ഇപ്പോഴും അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ആ പഴയ അതൊരു ഇല്ലം പോലെയാണ്. അത് ശരി, കാണാനൊന്നും വരണമല്ലോ. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇങ്ങനെ അറിഞ്ഞു വരുന്ന ആൾക്കാർ. ഹെറിറ്റേജ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ അതെ,
ക്ഷേത്രം എല്ലാം കൂടെ ഉള്ള ഒരു പ്രോപ്പർട്ടി. അപ്പോൾ അവിടുത്തെ ഒരു മുറിയിലാണ് ചേട്ടൻ ആദ്യമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു മൂലയിൽ. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു സിസ്റ്റം 2000-ലാണ് ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ അവിടെ മേടിക്കുന്നത്. അപ്പോൾ ആ കമ്പ്യൂട്ടറാണ് എൻ്റെ എല്ലാം, എൻ്റെ എന്നാ പറയുക, അതെ തുടക്കം നിർണ്ണയിച്ചത്. അതെ. അപ്പോൾ അന്നും ട്രെയിനിങ്, പിള്ളേർക്ക് ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡിസൈനിങ്ങിൻ്റെ കേസൊക്കെ നോക്കുമായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു അഡ്വാൻറ്റേജ് കൂടി കിട്ടിയെന്ന് വെച്ചാൽ ഈ ഡിസൈനിങ്, എനിക്ക് ഒരു ഡിസൈനിങ് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ ആനിമേഷൻ, ഇതൊക്കെയായിരുന്നു അന്നത്തെ ഭയങ്കര ഡ്രീമായിരുന്നു. അത് പൂനെ ഫിലിം ഷൂട്ട് പോകണം, അല്ലെങ്കിൽ ഹൈദരാബാദ് ആനിമേഷൻ പഠിക്കണമെന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ അന്ന് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ഇല്ലാതെ എങ്ങോട്ടും പോകണ്ടെന്നുള്ള ഒരു നോർമലുള്ളൊരു, പിന്നെ അന്ന് ഒരു വിഷമമുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പതുക്കെ എൻജിനീയറിങ്ങിന് പോയി. അപ്പോൾ എനിക്ക് അവിടെ എൻജിനീയറിംഗ് പോയപ്പോഴൊരു അഡ്വാൻറ്റേജ് കിട്ടിയെന്ന് വെച്ചാൽ, ചേട്ടൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് ഇപ്പോഴും, ചേട്ടൻ്റെ പല ഫ്രണ്ട്സുകളാണ് എന്നെ ഇപ്പോഴും പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഒരു പുള്ളി 3D ചെയ്യുന്ന ആളാണ്. 3Dയുടെ കുറച്ച് 3D ഡിസൈൻസ് ഉണ്ട്, ഇതൊന്ന് കട്ട് ചെയ്ത് ലെയറാക്കി പേജ് സെറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പ് ഈ മറ്റേ ഒളിഞ്ഞു നിന്ന് പഠിച്ചെന്ന രീതിയിൽ ഈ സിസ്റ്റം വീട്ടിലുള്ളതുകൊണ്ട് ചേട്ടൻ്റെ പല ഫ്രണ്ട്സും വന്ന് വർക്ക് ചെയ്യും. അപ്പോൾ അവർ ഇന്നത്തെ കാലത്ത് AI വെച്ചിട്ട് പിള്ളേർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറാക്കുന്നത് കാണുമ്പോൾ നമുക്ക് പഴയ ഓർമ്മകൾ. പണ്ട് ഒരു ഫോട്ടോ കളറാക്കണമെന്നുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ പഴയ ആ പുള്ളി ഇരുന്ന് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ പഴയ അപ്പച്ചന്മാരുടെയൊക്കെ ഫോട്ടോ കളറൊക്കെ ആക്കി അത് ഫ്രെയിം ചെയ്ത് കൊടുക്കുമ്പോൾ പുള്ളിക്കൊരു റവന്യൂ കിട്ടുന്നത്. അപ്പോൾ പുള്ളി കൈ കൊണ്ട് മൊത്തം ഷോർട്ട് കട്ടാണ്. ഫോട്ടോഷോപ്പ് എനിക്ക് ഇപ്പോഴും മേളിൽ നിന്ന് മെനു ചെയ്യാൻ അറിയത്തില്ല, കണ്ടുപഠിച്ചായതുകൊണ്ട് ഷോർട്ട് കട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ച എനിക്ക് അതിലൊരു ഡിസൈനിങ്ങിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞപ്പോൾ, എടാ എനിക്കിങ്ങനെ ഒരു വർക്കുണ്ട്, നീ അത് ചെയ്തു തരുവാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. നമ്മളതൊരു 3-4 ദിവസം കൊണ്ട് ഫുള്ള് സെറ്റ് ചെയ്ത്, എൻജിനീയറിംഗ് ഫസ്റ്റ് ഇയർ ആ സമയത്ത് ഫുള്ള് സെറ്റ് ചെയ്ത് നമ്മളൊരു ബുക്കിനുള്ള ഇതിലാക്കി കൊടുത്തായിരുന്നു. അപ്പോൾ അത് പിന്നീട് ഞാൻ ഞങ്ങൾക്കൊരു ഗ്രാഫിക്സ് എന്ന് പറഞ്ഞൊരു സിലബസ്, ഞങ്ങൾക്കൊരു ടെക്സ്റ്റ് ഉണ്ട് എൻജിനീയറിങ്ങിന് ഫസ്റ്റ് ഇയർ. അപ്പോൾ അതിൻ്റെ ഡിസൈനായിരുന്നു പുള്ളി തന്നത്. പക്ഷേ MG യൂണിവേഴ്സിറ്റി എടുത്തത് വേറെ നെഹ്റു യൂണിവേഴ്സിറ്റിയാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പിന്നീട് പഠിക്കുമ്പോൾ ഇമേജൊക്കെ കാണുമ്പോഴത്തേക്കുള്ള ഇതുണ്ടല്ലോ, അപ്പോൾ അങ്ങനൊരു ഇതും കൂടി കിട്ടി. പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഡിസൈൻ ചെയ്തതിനൊരു 2000 രൂപ അന്നെനിക്ക്. അപ്പോൾ ആദ്യ വരുമാനം നീരജ് എന്ന് പറയും, അദ്ദേഹം ഇപ്പോൾ മനോരമയിലൊരു സീനിയർ ഫോട്ടോഗ്രാഫറാണ്. പിന്നീട് ജേഷൻ്റെ ആ സ്ഥാപനം ഏറ്റെടുത്തിട്ട് എങ്ങനെ പോയി? അത് ഈ പറഞ്ഞ പോലെ പല നോർമലുള്ള എല്ലാവർക്കും ഉള്ള സ്റ്റോറീസൊക്കെ തന്നെയാണ്. പക്ഷേ അതിനകത്ത് എനിക്ക് എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ വളരെ കുറച്ച് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് പ്രത്യേകത ഉള്ളൊരു അനുഭവം തന്നെ എന്ന് പറയാം. അപ്പോൾ ഇതിൽ പുള്ളിയുടെ ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ ഈ നമ്മുടെ പട്ടാഭിഷേകത്തിനകത്ത് പറയുന്ന പോലെ എല്ലാം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ഫീൽഡായിരിക്കും. പക്ഷേ ഫിനാൻസായിട്ടല്ല, ചില പ്രൊജക്റ്റുകൾ ബാധ്യത തന്നെ ആയിരിക്കും. അപ്പോൾ അന്നും ഞങ്ങൾക്ക് ഗവൺമെൻറ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് വെളിയിറങ്ങാമെന്ന് പറഞ്ഞൊരു 5-8 മാസം എടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ കാല് വെച്ചപ്പോഴേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ ആ ഇഷ്യൂസ് എല്ലാം ഫിക്സ് ചെയ്ത് വന്ന് ഞങ്ങൾ പിന്നെ മാർക്കറ്റിങ്ങിന് ഇറങ്ങി. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രസാദ്, ശ്രീരാജ്, ഉണ്ണി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ ഞങ്ങൾ 3 കൂടി ഒരു ബേസ് ഉണ്ടാക്കി എടുത്തതിൻ്റെ ഒരു, അവരൊക്കെ താങ്കളെക്കാളും പ്രായം കൂടിയവരായിരിക്കും തീർച്ചയായും. പിന്നെ അതെ, അവർക്ക് അന്ന് 28-25 വയസ്സൊക്കെ അന്ന് തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ കൂടെ ആയിരുന്നു നമ്മുടെ ഓട്ടം മൊത്തം. അപ്പോൾ അങ്ങനെ വർക്ക് കൊണ്ടുവരുന്നു. പിന്നെ അതിനുശേഷം ഡിസൈനിങ്ങിൻ്റെ ഒരു കേസ് കഴിയുമ്പോഴത്തേക്ക് കോഡിങ്, അതായത് അന്ന് PHP ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പം ഞാൻ പോയി PHP പോയിട്ട് അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിച്ച് അത് നമ്മൾ ഡെവലപ്മെൻറ്റിനൊക്കെ അത് യൂസ് ചെയ്ത് തുടങ്ങി. പതുക്കെ ചെറിയ രീതിയിൽ, അത് വലിയൊരു കോഡിങ് ചെയ്യുന്നല്ല പറഞ്ഞത്. അപ്പം നമുക്ക് നമ്മുടെ ഓഫീസിലോട്ട് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിലോട്ടായി. പിന്നെ നമുക്ക് അതിനുവേണ്ടി ആളെ എടുത്തു തുടങ്ങി. അങ്ങനെ പതുക്കെ ആൾക്കാരെ ചേർത്ത് ഒരു 2012 ഒക്കെ കഴിയുമ്പോൾ എനിക്ക് തോന്നി, ഞങ്ങളപ്പോൾ ഒരു ചെറിയൊരു റൂമില്ല, കോട്ടയത്ത് തന്നെ ആരെങ്കിലും ചെറിയൊരു റൂം, ഒരു വീടിൻ്റെ മേളത്തെ റൂമിലായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞങ്ങൾക്കൊരു നല്ലൊരു ആൾക്കാർ കാണുന്നൊരു സ്പേസിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. 2013 ജൂണിൽ ഞാനൊരു കോട്ടയം കഞ്ഞിക്കുഴിയിൽ ഒരു സ്പേസ് എടുത്ത് അതിലോട്ട് മാറി. അവിടെ ഒരു 16-20 സ്റ്റാഫോളം അന്ന് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് ഡിസൈനിങ്ങും കോഡിങ്ങും എല്ലാം പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ടിസർ ടെക്നോളജീസ് എന്നാക്കിയ പേര്. നേരത്തെ ടിസർ ടെക്നോളജീസ്. ടിസർ ടെക് എന്നായിരുന്നു ചേട്ടൻ ചെയ്തത്. ഞാനത് ടിസർ ടെക്നോളജീസ് ആക്കി. പിന്നെ അത് 2015 അത് LLP ആയിട്ട് രജിസ്റ്റർ ചെയ്തു. ഞാനും ബ്രദറും ഫാദറുമാണ് എൻ്റെ പാർട്ട്നേഴ്സായിട്ട് ഉള്ളത്. അങ്ങനെ കമ്പനി നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്ത് പോയപ്പോൾ തന്നെ 2016 ഈ പറഞ്ഞ പോലെ സ്റ്റാഫിങ് ഇഷ്യൂവും ഇതെല്ലാം ഉണ്ടായി. കാരണം ആൾ കൂടിയപ്പോഴത്തേക്ക് നമ്മൾ നോർമലി നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മാനേജ് ചെയ്യാൻ പറ്റാത്തത്. കാരണം നമുക്ക് അങ്ങനെ ഒരു ബാക്കപ്പ് ഇല്ല.
അപ്പോൾ ഒരു സ്റ്റാഫിങ് ഇഷ്യൂ എല്ലാം കൂടി വന്ന് എനിക്ക് 2016 ഒക്ടോബറിലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കമ്പനി ക്ലോസ് ചെയ്തു. വന്ന നഷ്ടങ്ങൾ അന്നത്തെ സമയത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം നമുക്കൊരു 8-10 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു എന്നെ പറഞ്ഞാൽ അത് വലിയൊരു എമൗണ്ടാണ്. പിന്നെ താങ്കൾ അങ്ങനെ ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വന്ന ആളല്ല. ഒരു അച്ഛൻ്റെ സപ്പോർട്ടും ഒക്കെ അന്ന് സ്റ്റാർട്ടിങ് സമയത്തേക്ക് കിട്ടിയെങ്കിൽ പോലും ഇത് എപ്പോഴും നമുക്ക് ഒരാൾ വെച്ച് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പം അതിനകത്ത് വേറെ പ്രശ്നം 2015 എൻ്റെ കല്യാണം, ജനുവരി. അപ്പം അതിലും ഒരു പ്രത്യേകതയുണ്ടല്ലോ, എന്താണത്? ഞങ്ങൾക്ക് എൻ്റെ കോളേജ് ജൂനിയറായിട്ട് പഠിച്ചു, പക്ഷേ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കോളേജിന് ശേഷമാണ് പരിചയപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ വൈഫിൻ്റെ പേര് അഞ്ചു, ബാങ്കിലാണ്. ഞാനൊരു ബിസിനസ് അന്ന് ബിസിനസ്സുകാരന് തട്ടിമുട്ടി ബിസിനസ് ചെയ്താണെന്നൊക്കെ പറയേണ്ടി വരും. പ്രണയവിവാഹമാണ്. അതെ. അപ്പോൾ അന്ന് ബിസിനസ്സുകാരന് ഒരു കല്യാണം കഴിക്കാന്ന് വെച്ചാൽ എനിക്കൊന്ന് പാടുള്ള സമയം തന്നെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അത് ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം പക്ഷെ ഒരു വലിയൊരു പ്രശ്നമൊന്നും ഇല്ലാതെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. ഇപ്പം ചീഫ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. വെരി ഗുഡ്. അപ്പം കല്യാണം കഴിഞ്ഞ് ആ സമയത്താണ് ഈ ബിസിനസ് കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ഇങ്ങനെ. അപ്പം ആ സമയത്ത് നമ്മൾ ശരിക്കും തകർന്നു പോകുന്നത്. കാരണം ആരും വേറെ തരത്തിലുള്ള സപ്പോർട്ട് നമുക്ക് അപ്പോൾ കിട്ടത്തില്ല. കാരണം എല്ലാം ഉണ്ട്. അതെ. പിന്നെ ക്ലയൻറ്റിൻ്റെ ഒരു ഇത് അവർ വന്ന് നോക്കുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും. ഇന്ന് വരെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകലെന്നുള്ള ഫിനാൻസ് സൈഡും കൊണ്ടല്ല ഞാൻ പൊട്ടിപ്പോയത്. കാരണം ഇങ്ങനെയുള്ള ഒരു ഇന്റേണൽ ഇഷ്യൂസ് കാരണം ക്ലോസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു പേടി എനിക്ക് പിന്നീട് എപ്പോഴും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നീട് അത് നോക്കി തന്നെയുള്ളൂ മുന്നോട്ട്. തിരിച്ച് ജോലിക്ക് വല്ലതും പോയോ അതോ പിന്നെ? ഇല്ല, ഞാൻ ഇതെല്ലാം പെറുക്കി കെട്ടി പിന്നെയും നമ്മുടെ പഴയ തറവാടിലോട്ട് തന്നെ കൊണ്ടുപോയി. ആ പഴയ ചേട്ടൻ തുടങ്ങിയ മുറിയിൽ തന്നെ ഞാൻ പിന്നെയും കൊണ്ടുവച്ച്. അന്ന് എൻ്റെ കൂടെ നമ്മുടെ പഠിച്ച പയ്യൻ അരവിന്ദൻ എന്നൊക്കെ പറഞ്ഞ പയ്യനുണ്ട്, പിന്നെ രാഹുൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്, എന്നിട്ടൊക്കെ ഉണ്ടായിരുന്ന ആൾ. അപ്പോൾ അവരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ പിന്നെയും വർക്ക് എടുത്ത്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ സമയമായപ്പോഴത്തേക്ക് എൻക്വയറീസ് കൂടി തുടങ്ങി, ആൾക്കാർ വിളിച്ചപ്പോൾ നമുക്ക് പിന്നെയും വെറുതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെയും പരിപാടി തുടങ്ങി. അങ്ങനെ പിന്നെയും പ്രൊജക്റ്റുകളെടുത്ത് ഞാൻ പിന്നെ അടുത്തൊരു സ്പേസ് കണ്ട് 2017 ഒരു ഫെബ്രുവരി മാർച്ചോട് കൂടി ഞങ്ങളൊരു വേറെ സ്പേസ് എടുത്തു കോട്ടയത്ത് തന്നെ. വെരി ഗുഡ്. അത്യാവശ്യം നല്ല സ്പേസ് ആയിരുന്നു. അതും ഫർണിഷൊക്കെ ചെയ്ത് വന്ന് പരിപാടിയൊക്കെ തുടങ്ങി. അവിടെ ഞാൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റുഡൻസിനെ കിട്ടി തുടങ്ങി. ഡെവലപ്മെൻറ്റ് നടക്കുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് 2018 നമ്മുടെ പ്രളയം വന്നത്. സത്യമായി ഒരു IT കമ്പനി പ്രളയം ബാധിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം നമുക്ക് ഒരു റിലേഷൻഷിപ്പായിരുന്നു എല്ലാ ക്ലയൻസുമായിട്ടും. അത് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാത്തതാണ്. പേയ്മെൻറ്റ് കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ വിളിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നത് ഒരു പക്ഷേ ഫണ്ട് ഇല്ല, അറിയാവുന്ന ഇഷ്യൂ, നമുക്ക് രണ്ടാമത് വിളിക്കാൻ തോന്നത്തില്ല. അങ്ങനെ എനിക്കത് എൻ്റെ ആദ്യമായിട്ടാണ് സാലറിയും റെൻറ്റും എല്ലാം ബ്ലോക്കായി പോയി. എനിക്ക് ഇന്ന് വരെ സാലറി അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. ലേറ്റ് 4-5 ദിവസമൊക്കെ ലേറ്റ് ആകാറുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്കങ്ങനെ ഒരു ആർക്കും കൊടുക്കാനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുമായിട്ട് ദിവസമാഴ്ച ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ സെപ്റ്റംബറിൽ ഞാനത് ക്ലോസ് ചെയ്തു. പിന്നെയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഞാൻ പിന്നെ തിരിച്ച് വൈഫിൻ്റെ ബാംഗ്ലൂരാണ്, ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അടുത്ത നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അപ്പം തൊട്ട് ഭയങ്കര എൻക്വയറീസ് പിന്നെയും നമ്മുടെ പിന്നെയും ഉണ്ടായി. എവിടെയോ ഒരു സ്പാർക്ക് ഉള്ളിലുണ്ട്, നമുക്ക് ഞാൻ പലരും പറ്റത്തില്ലെങ്കിൽ നിർത്തണമെന്നുള്ള രീതിയിൽ പറയുമല്ലോ. പക്ഷേ എനിക്ക് അങ്ങനൊരു തോന്നലേ ഉണ്ടായിട്ടില്ല. നമുക്ക് ആൾക്കാരുടെ പ്രഷർ കൂടി ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അവിടെ നിന്ന് പിന്നെയും വർക്കുകൾ എടുത്തു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു സമയമായിരുന്നു. കാരണം വേറെ വലിയ എക്സ്പെൻസ് ഇല്ല. അവിടുത്തെ ഓഫീസും ഇവിടുത്തെ ആൾക്കാർ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ എക്സ്പെൻസ് കൂടെ വന്നില്ല. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടായ ഒരു സമയം തന്നെയായിരുന്നു 2000. പ്രളയം കടന്നു കിട്ടി. അത് കഴിഞ്ഞാണ് കൊറോണ വരുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് വർക്ക് കൂടിയപ്പോഴത്തേക്ക് പിന്നെ ആൾക്കാരെ ഒരുമിച്ചെടുത്തു. അപ്പോൾ വീട്ടിലോട്ട് പറ്റാത്തതുകൊണ്ട് പിന്നെ കോട്ടയത്ത് അടുത്ത സ്പേസ് എടുത്തു. അതൊരു ചെറിയൊരു സ്പേസ് ആയിരുന്നു, അതെടുത്തു. അവിടെ നമ്മൾ ആൾക്കാരെല്ലാം കൊണ്ടുവന്ന് വർക്കൊക്കെ തുടങ്ങി. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. സന്തോഷം. നല്ല ക്ലയൻസ്, നല്ല പ്രൊജക്ട്സുകൾ ഞങ്ങൾ ഗവൺമെൻറ് പ്രൊജക്ട്സ് അന്ന് നിന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ എല്ലാവരും വലിയ കൊറോണ വന്നത്. പക്ഷേ ഞാനൊരു നെഗറ്റീവായിട്ട് പറയത്തില്ല. കാരണം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടിയ
ഒരു ടൈം കൊറോണ ആയിരുന്നു. അങ്ങനെ വളരെ അപൂർവം പേരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് സങ്കടം വെച്ചാൽ ഒരുപാട് ഞങ്ങളുടെ ക്ലയൻസ് ഉണ്ടായിരുന്നു ടൂറിസം മേഖലയിലുള്ള അവരെല്ലാവരും. കാരണം ഞങ്ങൾ കൊമരവുമായിട്ടൊക്കെ അതിൻ്റെ അടുത്തുണ്ട്. കൊമരവത്തൊക്കെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ നമുക്ക് സങ്കടം തോന്നുന്നത്. അപ്പം അവരുടെയൊക്കെ ഞാൻ പൈസ മേടിക്കാതെ അവരുടെയൊക്കെ ഇതൊക്കെ റിന്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അടുത്ത വർഷം എന്തായാലും ഇവർ തിരിച്ച് കയറി വരും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ക്ലയൻസുകളൊക്കെ നമുക്ക് ആ സമയത്ത് ലോസായി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചുള്ള അന്ന് വന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മീൻ കച്ചവടം തുടങ്ങിയത് എനിക്ക് തോന്നുന്നു കോവിഡ് തീർച്ചയായും എല്ലാവരും വേറെ വഴിയില്ല. അതെ. കാരണം നമ്മൾ പല ഓഫീസുകളിലും ഷോറൂമിലൊക്കെ പോകുന്ന ആ ചേട്ടന്മാരൊക്കെ ഒരുപക്ഷെ ഞങ്ങളിങ്ങനെ പരിപാടി തുടങ്ങാൻ പോവുക, ഞങ്ങൾക്കൊരു സാധനം വേണം. അപ്പോൾ ഓൺലൈൻ ഡെലിവറി സിസ്റ്റം, വളരെ നിസ്സാര ഒരു എമൗണ്ടിൽ ഒരു ഓൺലൈൻ ഡെലിവറി സിസ്റ്റം ഈ വ്യക്തികൾക്ക് അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും. അത് വളരെ നിസ്സാരമായിട്ട് ഒരു എമൗണ്ടിൽ. കാരണം എന്നെ സംബന്ധിച്ചുള്ള അവരെ ഹെൽപ്പ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് പരിപാടി? അവർക്ക് അവരുടെ മീൻ അവർ കൊണ്ടുവരുന്നുണ്ട്. ആ മീൻ അന്ന് നമുക്ക് ഡോർ ഡെലിവറി പറ്റുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഫുഡാണ്. അപ്പം വാട്സപ്പ് വഴിയുള്ള ഇതും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് പേയ്മെൻ്റ് ഒരു ഇഷ്യൂ, അന്ന് ക്യാഷ് കൈ കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ആണല്ലോ. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം, അവർക്ക് അവരുടെ ഇപ്പം അയലയാണോ ചെമ്മീനാണോ ഏതാണ് അന്നത്തെ റേറ്റ് ഇട്ടിട്ട് അന്നത്തെ അവർ രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്നു, ആൾക്കാർ ഓർഡർ ചെയ്യുന്നു. അത് പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെ ലിങ്ക് ഇവര് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കും. ഇപ്പൊ നമ്മുടെ ഇന്നൊരു പർട്ടിക്കുലർ ഇപ്പം ഞാൻ ഷമീർ റുഫൈക്ക് പറഞ്ഞിട്ട് ഒരു സാധനം ഇട്ട് കൊടുത്താൽ അത്രേ ഉള്ളൂ. ഇപ്പോൾ കാണുന്നവർ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മീൻ അന്ന് ഉണ്ടാവും, അന്നത്തെ റേറ്റും അറിയാം. അവർ ലൊക്കേഷൻ ഇതും കൊടുത്ത് പേയ്മെന്റും ചെയ്യുന്നു. സാധനം 12 മണിക്കും അവർ വീട്ടിലെത്തിക്കും. അത് ഇവരെ തന്നെ കൊണ്ട് കൊടുത്തു. അവരെന്നോട് കൊടുത്തോളൂ. ഇത് കുറേ പേർക്ക് ചെയ്തു, ഒരുപാട് പേർക്ക് അവർക്ക് വലിയ സഹായം ഭയങ്കരമായിട്ട്. കാരണം അതിൻ്റെ ഒരു അഡ്വാൻസ് ഞാൻ പിന്നീടാണ് എനിക്ക്. അതുപോലെ തന്നെ ഈ മീൻ കച്ചവടം ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പച്ചക്കറിക്കാർക്ക് ഇതേ സെയിം സാധനം തന്നെ അവർക്കും കൊടുത്തു. പിന്നെ പെട്ടുപോയ ഹോട്ടലുകാരായിരുന്നു ആ സമയത്ത്. നമുക്ക് അവിടെ പോയി ഡൈനിങ്ങിനുള്ള പ്രശ്നം, ഈ ഡെലിവറിയുള്ള ഇഷ്യൂ. അപ്പം സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ എനിക്ക് തോന്നുന്നില്ല എത്രയും നമുക്ക് എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്നുള്ള. കാരണം ഇവർക്ക് ഈ ഡെലിവറിയുടെ കോസ്റ്റ് ഇതെല്ലാം ഭയങ്കര പ്രശ്നമായിട്ട് അപ്പോൾ ഇവരിങ്ങനെ ഒരു റിക്കമെൻഡ് പറഞ്ഞു, നമുക്ക് അവർക്കുള്ള സാധനം കൊടുത്തു, ഇവരുടെ ഡെലിവറി ആൾക്കാർ പോയി ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ അങ്ങനൊരു ഡെലിവറി പ്ലാറ്റ്ഫോം നമ്മൾ നല്ല രീതിയിൽ അന്ന് സെയിൽ ചെയ്തത്. കൊറോണ അതുപോലെ തന്നെയാണ് LMS എന്ന് പറയുന്നത്, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ സൂം ഇവിടെ വന്ന് എല്ലാവർക്കും പരിചിതനായ പോലെ തന്നെ എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ യുഡമി പോലുള്ളൊരു ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോം എല്ലാവർക്കും. ഇപ്പോൾ ഷമീർ സാറിൻ്റെ പേരിലുള്ള കോഴ്സുകളെല്ലാം അതിനകത്ത് അപ്ലോഡ് ചെയ്ത് ലൈവ് ക്ലാസ് കൊടുക്കാം. അതിന് നമ്മളൊരു മീഡിയ സെർവറൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി പോകുന്നുണ്ട്. അത് ഇപ്പോഴും അന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ദുബായിലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ കോവിഡ് നമുക്ക് നല്ലതായിരുന്നു ശരിക്കും. ഇന്ന് നിങ്ങളുടെ സ്ഥാപനം എവിടെ എത്തി നിൽക്കുന്നു? എത്ര എംപ്ലോയീസ് ആയി? ഇപ്പം നമ്മൾ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് ഒരു 40 ആ റേഞ്ച് തന്നെയാണ്. 40 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. അല്ലാതെ 12+ ആൾക്കാർ നമുക്ക് അല്ലാതെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പ്രൊജക്ട്സുകളും ക്ലയൻസും എല്ലാം. എത്ര ക്ലയൻസിനെ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ടോ ഈ കാലം? 4000 അപ്പോൾ ക്ലയൻസ് ഓൾമോസ്റ്റ് ഉണ്ട്. ആദ്യത്തൊന്നും വലിയ കണക്കിലെല്ലാം നമുക്കൊരു ആവറേജ് മന്ത്ലി നമുക്കൊരു നല്ല ക്ലയൻസ് സർക്കുലേഷൻ ഉണ്ട്. ഇത് ആരൊക്കെയാണ് നമ്മുടെ ക്ലയൻസ്? ഇപ്പം കേരള ഗവൺമെൻറ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പിന്നെ കുടുംബശ്രീ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെൻറ് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എക്കോ ടൂറിസം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഓൾ കേരള ലെവലിലുള്ള എക്കോ ടൂറിസം സെൻറ്റേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പോർട്ടലാണത്. നമുക്ക് ഈ ട്രീ ഹൗസും ട്രെക്കിങ്ങും എല്ലാം അതുവഴി ബുക്ക് ചെയ്യാം. അപ്പോൾ അതൊരു കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിലും വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട് നമുക്കത് ഡെലിവറി ചെയ്യാൻ പറ്റി. അപ്പോൾ അത് 1 year കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. ഇതൊക്കെ വലിയ പ്രോജക്റ്റുകൾ. ഇപ്പം ദുബായിൽ നിന്നുള്ള ഒരു ഗ്ലോബൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു 20+ ക്ലയൻസ് ഉള്ളൊരു കമ്പനീസ് ഉള്ളൊരു കമ്പനിയാണ്. പിന്നെ ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ദുബായ് മസ്കറ്റ് ബേസ്ഡ് റിയൽ എസ്റ്റേറ്റ് വലിയൊരു ഗ്രൂപ്പ് അവർ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരുപാട് പ്രൊജക്ട്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് ഞങ്ങൾക്ക് വരുന്നെല്ലാം സബ് വർക്കുകളായിരിക്കും, ഏജൻസീസിൻ്റെ വർക്ക്. അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞൊരു 2016 തൊട്ടൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പല കമ്പനീസ് ഉണ്ട്, ദുബായ് UK ബേസ്ഡൊക്കെ. അപ്പം നമ്മൾ കേരളത്തിലെ വലിയൊരു പ്രമുഖ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിൻ്റെ UAE പോലും ഞങ്ങളായിരുന്നു ചെയ്തിരുന്നത്. അതൊക്കെ സബ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കോവിഡിൻ്റെ സമയത്ത് ഗവൺമെൻറ് കുടുംബശ്രീയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു പരീക്ഷ എന്നുള്ളൊരു. അപ്പം അത് ഈ പിള്ളേർ വീട്ടിൽ ഇരുന്ന് അവർക്ക് അവരുടെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത ചെറിയൊരു സിസ്റ്റം. അപ്പോൾ ഒരു കുഞ്ഞു പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ഒരു കുഞ്ഞു പരീക്ഷ ആയിരിക്കും എന്ന രീതിയിൽ എനിക്ക് അത് അവിടുന്ന് ഒരു അരുൺ എന്ന് പറഞ്ഞ ആളുണ്ട്. അരുണാണ് ഇത് ഒരു പക്ഷേ ഇങ്ങനെ ഒരു കുഞ്ഞു പരീക്ഷ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ അതൊന്ന് ചെയ്തു തരണം, നമ്മൾ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. ഒന്നും നമ്മൾ നോക്കുന്നില്ല.
അപ്പോൾ നമ്മൾ അതുപോലെ ഒരു ബേസിക് ഒരു ചെറിയ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ കൈ കഴുകാറുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു 10-30 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അതിങ്ങനെ രസമാണ് അത്. അവർ സ്കോർ കിട്ടുമ്പോഴത്തേക്ക് അതിനകത്ത് പടക്കം പൊട്ടിത്തെറിക്കുന്നു. പിള്ളേർക്ക് ഭയങ്കര എൻജോയ് ചെയ്യത്തക്ക രീതിയിലുള്ള സംഭവമായിരുന്നു ഇത്. ഇത് ഇനോഗ്രേഷൻ വന്നു അന്ന്. ഒരുപക്ഷെ ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, നമുക്കിപ്പം അത് വലിയ സംഭവമൊന്നുമില്ല. ഇത് മിനിസ്റ്റർ വന്ന് ഓൺലൈനിൽ കൂടെ മിനിസ്റ്ററായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അത് ഞാൻ അപ്പോഴാണ് അറിയുന്നത്, തലേദിവസം അറിഞ്ഞ്. അപ്പോൾ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നു, 9 മണിക്ക് സൈറ്റ് അപ്പായി, പിള്ളേരെല്ലാം കൂടി ഇടിച്ച് കുത്തി കയറുന്നു. 10 മണിയായപ്പം സൈറ്റ് ക്രാഷായി. ഏണ്ട 3-4 ലക്ഷം പേര് ഒറ്റടിക്ക്. കാരണം ഞങ്ങൾ ഒരു കുഞ്ഞു പരീക്ഷയാണ് ഇവനും വലിയ ഐഡിയ ഇല്ലാതെ വെക്കാൻ ഇത്രയും പേര് കയറുന്നു, ഇത്രയും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന വിചാരിച്ചാൽ കോവിഡ് അല്ലായിരുന്നു. പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൽദോസ്, ഇപ്പോഴും അദ്ദേഹമാണ് നമ്മുടെ ഡെവോപ്സ് ഫുള്ള് കൈകാര്യം ചെയ്യുന്നത്. പുള്ളി ഉറക്കത്തിൽ നിന്നെല്ലാം വിളിച്ചു പൊക്കി. പുള്ളി എനിക്കൊരു 1 അവറിനുള്ളിൽ ലോഡ് ബാലൻസ് ഒക്കെ സെറ്റ് 3 സെർവറിലോട്ട് ഇത് ലോഡൊക്കെ ബാലൻസ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് അപ്പ് ചെയ്തു. എത്ര പേരെ കയറി പിന്നീട്? 8 ലക്ഷത്തിന് മേലെ ആൾക്കാർ. അത് മനോരമയിലൊക്കെ അന്ന് ന്യൂസ് ആയിരുന്നത്, ഒരു ചെറിയ ന്യൂസ് വന്നായിരുന്നത്. എക്സലൻറ്റ്. താങ്കളുടെ സ്ഥാപനത്തിന് 4500 കസ്റ്റമറായി എന്ന് പറഞ്ഞു. എന്തൊക്കെ സേവനങ്ങളാണ് നിങ്ങളിന്ന് സമൂഹത്തിലേക്ക് ഓഫർ ചെയ്യുന്നത്? ഞങ്ങൾ ഒരു ബിസിനസ്സുകാരന് വേണ്ട ബ്രാൻഡിങ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് ബിസിനസ് ഓട്ടോമേഷൻ എന്നുള്ളതില്ല ഫോക്കസ് ചെയ്യുന്നത്. വെരി ഗുഡ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബിസിനസ് ഓട്ടോമേഷൻ പേപ്പർലെസ് ആക്കുക. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ബിസിനസ് തന്നെ എവിടെ ഇപ്പം നമ്മൾ പല ഇതിനകത്തും കാണാറുണ്ട്, എനിക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം. ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഇല്ലായ്മ അതിനകത്ത് പ്രശ്നമുണ്ട്. അപ്പം നമ്മളാണെങ്കിലും ഞങ്ങൾ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് തന്നെ ഓട്ടോമേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് അവർ എൻക്വയറി തൊട്ടുള്ള ലീഡ് തൊട്ടുള്ള കാര്യങ്ങളെ നമ്മളത് ഓട്ടോമേറ്റ് ചെയ്ത് അവർക്ക് ഒരിപ്പം ട്രാവലിംഗ് ആണെങ്കിൽ പോലും മൊബൈലിലോ ടാബിലോ ഫുൾ റിപ്പോർട്ട് അവർക്ക് കിട്ടുക. അത് ടോട്ടൽ ലീഡ്സ്, എൻക്വയറീസ്, എത്ര ബാലൻസ് പേയ്മെൻ്റ് ഉണ്ട്, ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് തരാനുള്ള ക്ലയൻറ്റ് ആരാണ്, എന്തുകൊണ്ടാണ്, അവർക്ക് റിമാർക്സ് എഴുതി വെക്കാം, നമുക്ക് അക്കൗണ്ട്സ് പ്രോഫിറ്റബിലിറ്റി കിട്ടും, എല്ലാം കാണാം, സെയിൽസ്, ഫോർകാസ്റ്റിംഗ് ഉൾപ്പെടെ എല്ലാം, HR ഇതെല്ലാം നമുക്ക്. അപ്പോൾ ഒരു കമ്പനിയിൽ എന്താ നടക്കുന്നതെന്നുള്ള വിവരം ഫോണിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഇവർ അവിടെ കുത്തിയിരിക്കേണ്ട, ട്രാവൽ ചെയ്യാം, ഒരാവശ്യമില്ല, ഓട്ടോമേറ്റ് ചെയ്യാം. എത്ര ബ്രാഞ്ചസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. വെരി ഗുഡ്. അപ്പോൾ ഇത് ലക്ഷങ്ങൾ അല്ലെങ്കിൽ വലിയ തുക മുടക്കേണ്ട കാര്യമാണ്? ലക്ഷങ്ങളെന്നല്ല, ഇതിനകത്ത് മറ്റേ വലിയൊരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വലിയൊരു കോസ്റ്റ് ഒന്നും ആകത്തില്ല ആക്ച്വലി പറഞ്ഞാൽ. കാരണം നമുക്ക് ഇതിൻ്റെ ERP പോലെ നമ്മുടെ ബേസ് മൊഡ്യൂൾ നമുക്കുണ്ട്. കാരണം ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് സാറിന് ചിലപ്പോൾ ആപ്റ്റ് അയക്കത്തില്ല. അത് കസ്റ്റമൈസ് ചെയ്യണം. അവിടെയാണ് എല്ലാ ബിസിനസ്സുകാർക്കും പ്രശ്നം കിട്ടുന്നത്. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. തീർച്ചയായും ഞങ്ങൾ അവിടെ പോയി നമ്മുടെ ടീം അത് സ്റ്റഡി ചെയ്ത് ചിലപ്പോൾ 2, 3, 4 മാസം എടുക്കായിരിക്കും. പക്ഷേ അതിൻ്റെ റിസൾട്ട് നമ്മൾ ആക്കി കൊടുത്തേ നമ്മൾ തിരിച്ച് വരത്തുള്ളൂ. അവിടെ നമുക്ക് അതുപോലെ ഞങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്. കാരണം വെച്ചാൽ അവരുടെ ചിലപ്പം ഇരിക്കുന്ന ആൾക്കറിയത്തില്ല ഇത്രയും വർക്ക് പ്രോസസ്സ് ഇവിടെ ഉണ്ടെന്ന്. പുള്ളി ഇങ്ങനെ വരുന്നത് എൻക്വയറി വരുന്നത് ഞങ്ങൾ സ്റ്റോക്കിലോട്ട് കൊടുക്കുന്നു, അവിടുന്ന് മാനുഫാക്ചറിങ്ങിലോട്ട് പോകുന്നു, ഇത്ര പറയത്തുള്ളൂ. പിന്നെ നമ്മൾ ആ എൻഡ് സ്റ്റാഫിനെ പോയി കണ്ട് അവരുടെ അയ്യോ സാർ അതങ്ങനെയല്ല, അവിടെ വന്ന് അത്രയും സാധനം ഇവിടെ ഞങ്ങൾക്ക് കിട്ടാറില്ല, ഇങ്ങനെയുള്ള ഓരോരോ കിട്ടിക്കഴിയുമ്പോഴേ ഉള്ളൂ. പ്രോസസ്സ് സ്റ്റഡി ചെയ്തിട്ട് ഓട്ടോമേറ്റ് ചെയ്തു. അത് എന്ത് ഇൻഡസ്ട്രിയിൽ വേണം നിങ്ങൾ? ഒരു കുഴപ്പം. ഞങ്ങൾ മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ട്, സർവീസ് ഉണ്ട്, ഈവൻ മറ്റേ ഹാച്ചറിയില്ലേ, കോഴിയെ വെട്ടി പീസാക്കി ഓരോ കടകളിൽ എത്തിക്കത്തില്ല, അതുപോലെ ഓട്ടോമേറ്റ് ചെയ്ത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ലീഡ് കൺവേർഷനും സെയിൽസും പ്രോഫിറ്റബിലിറ്റിയും ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ അല്ലെ, ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന വളരെ അധികം വലിയ ചിലവില്ലാതെ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്ത് കൊടുക്കാൻ ചെയ്യാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ ഒരു സർവീസ് സെക്ടറിലൊക്കെ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഒക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു എൻക്വയറി വന്ന് ഒരു കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ മിനിമം അവർക്ക് 2-3 ദിവസം എടുക്കും. അപ്പോൾ ഇതിന് ഞങ്ങൾ സിംഗിൾ ക്ലിക്കിൽ ഒരു മിനിറ്റിനുള്ളിൽ അവരുടെ കൊട്ടേഷൻ ജനറേറ്റ് പോകത്തക്ക രീതിയിലുള്ള സിസ്റ്റം. അത് അങ്ങനെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ സാധനം തൊട്ട് വലിയൊരു കമ്പനി ഓട്ടോമേറ്റ് ചെയ്യുന്ന ERP വരെയുള്ള സംഭവം നമ്മൾ എല്ലാവർക്കും തലവേദനയാണ്. അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? HR ഞങ്ങളിപ്പോൾ പൈലറ്റ് മോഡ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അത് നമ്മുടെ അപ്കമിങ് സംഭവമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. എന്നുവെച്ചാൽ നമ്മുടെ സ്വന്തം അനുഭവം കൊണ്ടൊക്കെ തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ്. അത് എല്ലാ ഒരു ബിസിനസ് ഓണേഴ്സിനും അവരുടെ സ്റ്റാഫ് എന്താ ചിന്തിക്കുന്നത് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം ഞാൻ സ്റ്റാഫ് ഇഷ്യൂ കാരണം ബിസിനസ് ക്ലോസ് ചെയ്ത വ്യക്തി ആയതുകൊണ്ട് അവരായിട്ടുള്ള പൾസ് നമുക്ക് കിട്ടുവാണെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു ബിസിനസ് ഓണർക്ക്. അപ്പം നമ്മൾ ഇപ്പം അതിൻ്റെ പൈലറ്റ് മോഡ് കഴിഞ്ഞു. എന്നുവെച്ചാൽ ഒരു ഇയറിലുള്ളൊരു 3 കോഴ്സായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, 3 സ്റ്റെപ്പായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഏത് സ്റ്റാഫ് എന്താണ് മാർക്ക് ചെയ്തേക്കുന്നോ അതൊന്നും ഓണർക്ക് അറിയത്തില്ല. കാരണം ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരാൾ അവരുടെ കമ്പനിയെ വിലയിരുത്തുന്ന രീതിയിൽ നമ്മളൊരു കൺസൾട്ടൻറ്റിനെ വിളിച്ചിട്ട് നമ്മൾ HR സിസ്റ്റം ഉണ്ടാക്കത്തില്ല. അപ്പം അത് വലിയൊരു കോസ്റ്റോട്ട് പോകുമായിരിക്കും. പക്ഷേ ഇതിനെ സംബന്ധിച്ചോളം ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50, 100, 1000 സ്റ്റാഫ് ഉണ്ടെങ്കിൽ പോലും അവർ പറയുകയാണ് എനിക്ക് സാലറി ഇഷ്യൂ ഉണ്ട്,
അല്ലെങ്കിൽ എനിക്ക് വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ്, വർക്ക് ലോഡ് കൂടുതലാണ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഉണ്ട്, ഇതിൻ്റെ എല്ലാം ഒരു ആവറേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഒരു കമ്പനി ഓർഡർ നോക്കുമ്പം ഇവിടെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് സോൾവ് കറക്റ്റീവ് സ്റ്റെപ്സ് എടുക്കാനായിട്ട് എളുപ്പമാണ്. അതിനുശേഷം ഒരു അടുത്ത ക്വാർട്ടർ ആകുമ്പോഴത്തേക്ക് അടുത്ത അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മാർജിൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കഴിഞ്ഞ ടൈമിൽ എത്ര ഉണ്ടായി, ഇത്തവണ എത്ര ഉണ്ട്, ഇതിങ്ങനെ സോർട്ട് ചെയ്ത് എടുത്ത് പക്ഷേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MIS മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ താങ്കളും ഒരു സംരംഭകനാണ്, നമ്മൾ ഒരേ പ്ലാറ്റ്ഫോമിലുള്ളതാണ്. ഞാൻ കണ്ടിട്ടുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും അവരുടെ ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഈ ഓട്ടോമേഷൻ ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് സത്യം. അത് ചെയ്യുക, എത്രയും വേഗം ചെയ്യുക എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും താങ്കൾക്ക് സഹായിക്കാനാവും. തീർച്ചയായിട്ടും അത് ലോകമെമ്പാടും എവിടെ ഇരിക്കുന്ന കസ്റ്റമേഴ്സിനെ വേണമെങ്കിൽ നമുക്ക് സഹായിക്കാം. കാരണം നമുക്ക് ക്ലയൻറ്റ്സ് ഇപ്പോൾ ഒരു 19+ കൺട്രീസിൽ ഗ്ലോബലി നമുക്കിപ്പോൾ ക്ലയൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പല ചെറിയ സൈറ്റ് തൊട്ട് ഞങ്ങൾ അങ്ങനെ ചെറിയ സൈറ്റാണെന്ന് വെച്ച് ചെയ്യാതിരിക്കും, അങ്ങനെയൊന്നുമല്ല. നമുക്ക് ചെറിയ സൈറ്റ് തൊട്ട് വലിയ ERPs വരെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യുന്നത് ഡിസൈനിങ് ഉണ്ട്. അതെ. പിന്നെ വേറെ എന്തൊക്കെയാണ്? ബ്രാൻഡിങ്, അത് ഡിസൈനിങ്, അത് ലോഗോ തൊട്ടുള്ള ഡിസൈനിങ്, ബ്രാൻഡിങ്, വെബ്സൈറ്റുകൾ, പിന്നെ ഇപ്പോൾ AI വീഡിയോസ്, റീൽസുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, കണ്ടന്റ് ക്രിയേഷൻസ്, പിന്നെ നമുക്ക് വെബ്സൈറ്റ്, ഷോപ്പിംഗ് കാർട്ടുകൾ. അതിന് എനിക്കും ഒരു നന്ദി താങ്കളോട് പറയാനുണ്ട്. ഈഗിൾ ഓൺട്രപ്രണർഷിപ്പ് കോച്ചിങ് പ്രോഗ്രാം 105 ബാച്ചുകളായി നമ്മുടെ കേരളത്തിലെ നമ്പർ 1 കോച്ചിങ് പ്രോഗ്രാം. ഇതിൽ 1600ഓളം സംരംഭകരുണ്ട്. അതിൻ്റെ കഴിഞ്ഞ 3 വർഷമായി നടക്കുന്ന ബിസ്കോൺ, അതൊരു ആനുവൽ കോൺക്ലേവ് ആണ്. അതിൽ കഴിഞ്ഞ വർഷം താങ്കളാണ് എൻ്റെ രജിസ്ട്രേഷൻ മുഴുവൻ ഹാൻഡിൽ ചെയ്തത്. ഏറ്റവും തലവേദന പിടിച്ച കാര്യമായിരുന്നു. 1076 സംരംഭകർ സിയാൽ കൺവെൻഷൻ ഹാളിൽ വരുന്നു. അവിടെ കാലത്ത് ഒരുമിച്ച് വരുന്നു. 9 മണിക്ക് ഇതെങ്ങനെ ടാഗ് കൊടുക്കും, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ഇത്തവണ കൈകാര്യം ചെയ്തു. ആ മേഖലയിൽ എന്താണ് താങ്കൾ ചെയ്യുന്നത്? കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പം അതെന്ന് വെച്ചാൽ സാർ ആ കൺസെപ്റ്റ് പറഞ്ഞപ്പം നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ, എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ 20 സെക്കൻഡ് കൂടുതൽ ഒരാളവിടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിൽക്കൽ. അപ്പോൾ അതായത് നമ്മുടെ മെയിൻ ഇത് മോട്ടീവ് അതായിരുന്നു. അപ്പോൾ അതിന് നമ്മുടെ ടീം, സാറിന് മറ്റേ നിതിൻ, അർജുൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെന്ന് രാത്രി പോകും, അവരുടെയൊക്കെ സപ്പോർട്ടും എല്ലാം അതിനുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആണെങ്കിൽ പോലും. അപ്പോൾ അതിനകത്ത് ചെയ്തതെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ, ഒരു ലിങ്ക് വഴി രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ ബിലോ ഒരു 40 സെക്കൻഡ് കൊണ്ട് രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ടിക്കറ്റ് അവർക്ക് അപ്പം തന്നെ വാട്സപ്പിൽ ഇമെയിലും കിട്ടും. ആ ടിക്കറ്റും കൊണ്ട് അവർ എവിടെയാണ് ഇവൻ്റെ ലൊക്കേഷൻ വരും. ചിലപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന 1 മാസം മുമ്പായിരിക്കും. അപ്പോൾ അവർക്ക് ആ ടിക്കറ്റ് അന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇന്ന് വരുന്ന OTP പോലും ആൾക്കാർ നോക്കാറില്ല. അപ്പോൾ അതുപോലെ അന്ന് വന്ന ടിക്കറ്റ് അറിയാം. അപ്പോൾ നമ്മൾ അവിടെ ആ ഓൺ സൈറ്റ് വരുമ്പോഴത്തേക്ക് ആ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തൊട്ട് അവർക്ക് ഒന്ന് ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കാണാം ഏത് കൗണ്ടറിൽ പോയാലാണ് അവരുടെ രജിസ്ട്രേഷൻ കിറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 1000 പേരുണ്ടെങ്കിൽ 100ൻ്റെ 10 കൗണ്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനകത്ത് ആ നമ്പർ വെച്ച് സീരീസ് വെച്ചിട്ട് അവർ 1 എന്നുള്ള 2 എന്നുള്ള കൗണ്ടർ ചെല്ലുമ്പം അവരുടെ ഇത് ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ടാഗ് കിട്ടുന്നു. ഈവൻ ടാഗ് വരെ നമ്മുടെ സിസ്റ്റം വെച്ചാൽ പ്രിന്റ് ചെയ്യുന്നത്. അപ്പം അത് വലിയൊരു ഡിസൈനിങ്ങിനകത്ത് ജസ്റ്റ് പ്രിന്റിങ്ങിന് അത് മൊത്തം നിരവധി വർക്കുകൾ താങ്കൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിപ്പം BNI കോട്ടയം പത്തനംതിട്ട റീജിയൻ, അങ്ങനെ പല റീജിയൻസിൻ്റെ സോഫ്റ്റ്വെയർസ് നമ്മുടെ സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ പല ഇവൻറ്റ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പഞ്ചാബിൽ നിന്നുള്ള BNIയുടെ അതങ്ങനെ ഒരുപാട് പ്രൊജക്ട്സുകൾ നമുക്ക് കിട്ടി. അപ്പം അതായത് BNI ഈഗിൾ വേൾഡ് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് നല്ലൊരു അത് കഴിഞ്ഞൊരു 4 ഇയേഴ്സ് കൊണ്ടുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എൻ്റെ SCA-കാരൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മുമ്പത്തെ പ്രാവശ്യമായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, 70 to 80% ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം അത് സംബന്ധിച്ചോളം നമ്മളതിനെപ്പറ്റി നോക്കാറില്ല. നമുക്ക് സാറിനോട് ഞാൻ അന്ന് പറഞ്ഞ പോലെ ബാലൻസ് ഷീറ്റ് നോക്കാൻ പേടിയാന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ നമുക്ക് അത്രയും ഗ്രോത്ത് വരുന്നുണ്ട് കഴിഞ്ഞൊരു 3-4 വർഷം കൊണ്ട്. വെരി ഗുഡ്, സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് യു. രൂപേഷ്, അതുപോലെ തന്നെ ഒരു ചെറിയ ചോദ്യം. AI കാലമാണെന്ന്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇന്നിപ്പോൾ നമ്മളൊരു പിക്ചറോ വീഡിയോ എടുത്ത് നോക്കിയാൽ സത്യത്തിൽ അത് റിയൽ ആണോ എന്നറിയാൻ ChatGPT ചോദിക്കേണ്ട ഗതികേടിലാണ്. അത്രയ്ക്ക് റിയാലിറ്റിയാണ്. അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഒരു ജ്വല്ലറിയുടെ പരസ്യമാണ്. അത് കണ്ടാൽ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് AI ആണെന്ന്. ഒരിക്കലും മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മാതാപിതാക്കളൊക്കെ പാവങ്ങൾ ഇത് കണ്ടാൽ പോലും മനസ്സിലാവില്ല. അങ്ങനെ ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ AI ആക്ച്വലി ഈ ഡിസൈനേഴ്സിൻ്റെയും അങ്ങനെ പല ആൾക്കാരുടെയും തൊഴിൽ കളയുമോ? തൊഴിൽ കളയത്തില്ല ഒരിക്കലും. ഈ AI എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയും നമ്മുടെ മൊബൈലിൽ കിട്ടാണ്ടായപ്പോഴത്തേക്കാണ് ഇത്രയും ഫെമിലിയർ ആയത്. അതിന് മുമ്പ് ഡിസൈനിങ് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള പല ഇതിലും AI എന്നുള്ള ടേം യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ആ പ്രൊസീജിയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ AI വന്നപ്പോഴത്തേക്ക് സാർ നേരത്തെ പറഞ്ഞൊരു വലിയൊരു കാര്യം, കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ പേരൻസ് ആയിരിക്കും, പ്രായമുള്ള നമ്മുടെ പേരൻസ് ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ പൊളിറ്റിക്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഇത് കാണുമ്പോൾ ഈ പാവങ്ങൾ വിചാരിക്കും ഇത് ഒറിജിനൽ ആണെന്ന് വിചാരിച്ചു ഇവർ ഷെയർ ചെയ്യും വാട്സപ്പിലോട്ട്.
കാരണം അത് അവർ നോക്കുന്നില്ല, ജെനുവിറ്റി പോലും നോക്കുന്നില്ല. ഇതിൻ്റെ അപ്പുറമായിരിക്കും ഇനി അടുത്ത ആൾക്കാരിലോട്ട് വരുമ്പം സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ എ ഐ വെച്ചിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഇപ്പോൾ കണ്ടൻറ് ക്രിയേഷൻ, ഞാൻ ക്യാപ്ഷൻ ഇതിനകത്ത് ഞാൻ എ ഐയിൽ കാരണം ക്യാപ്ഷൻ നല്ലൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. അതൊരാളുടെ നല്ലൊരു തലവേദന വേണം. അപ്പോൾ ക്യാപ്ഷൻസൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ നല്ല കണ്ടൻറ്റ് ഒരു വെബ്സൈറ്റിലോട്ട് വേണ്ട കണ്ടൻറ്റ് നേരത്തെ ആണെങ്കിൽ ഒരു 2-3 ദിവസം എടുത്താലും ചിലപ്പോൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ചിലപ്പോൾ സമയം എല്ലാം കിട്ടണമെങ്കിൽ ഇത് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഒരു വെബ്സൈറ്റിലുള്ള കണ്ടൻറ്റ് കിട്ടും. അപ്പം നമ്മുടെ ആ ഒരു 3 ദിവസം എന്നുള്ളത് 5 മിനിറ്റോട്ട് മാറി. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇംപ്ലിമെൻറ്റേഷനിലൂടെ എ ഐ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ ഈ ഡിസൈനേഴ്സിന് ഈ എ ഐ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജ് വെച്ചിട്ട് നല്ല ഔട്ട്പുട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ്, അപ്പോൾ അതിൻ്റെ എല്ലാം പോസിറ്റീവ് സൈഡും കാണുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അത് എ ഐ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഡിസൈനേഴ്സിൻ്റെ ജോലി പോകുന്നുള്ളൊരു തെറ്റാതാണ്. അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് മാത്രമേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ എ ഐ പഠിച്ചില്ലെങ്കിൽ ഈ ഫീൽഡിൽ നിന്ന് അത് പോകും. എ ഐ പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാരുടെ ജോലി പോകും. അത് ആൾക്കാരുടെ മാത്രമല്ല, കമ്പനീസ് പോലും. അപ്പം നമ്മുടെ ബിസിനസ്സിൽ എ ഐ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെറുതെ മാർക്കറ്റിങ്ങിനുള്ള ആൾക്കാർ എ ഐ ബേസ്ഡ് സിസ്റ്റം എന്നുള്ള രീതിയിലോട്ട് ആക്കി തുടങ്ങി. കാരണം എ ഐ ഉണ്ടെങ്കിൽ എന്ത് അഡ്വാൻറ്റേജ് ഉള്ള രീതിയിലോട്ട്. അപ്പോൾ അത്രയും നമ്മൾ കാലം ഇങ്ങോട്ട് വന്നു. തീർച്ചയായിട്ടും എ ഐ ഇനി അങ്ങോട്ട് പോകുമ്പോഴും അതിൻ്റെ നല്ല ബെനിഫിറ്റ്സുകൾ യൂസ് ചെയ്യുക, അതുള്ളൂ. പക്ഷേ അതുപോലെ തന്നെ താങ്കളൊരു സംരംഭകനാണ്. നിരവധി തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എവിടെയെങ്കിലും വെച്ച് നമ്മൾ നിർത്തിപ്പോയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ ഈ 2016 കേസിൽ നമുക്ക് സ്പാർക്ക് ഉണ്ടെങ്കിൽ പോലും ചില ചുറ്റുപാടിൽ നിന്നുള്ള എല്ലാം കൂടെ കേൾക്കുമ്പോൾ നമുക്ക് പരിപാടി നിർത്തി, ഇനി വേണ്ട. അങ്ങനെയാണ് ഞാൻ സ്റ്റാഫിനോടെല്ലാം അന്നുള്ള നമ്മുടെ ടീം മെമ്പേഴ്സിനോടെല്ലാം പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാനത് പതുക്കെ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്കാണെങ്കിലും മുന്നോട്ട് പോകാൻ ഒരു രക്ഷയില്ല. നമ്മൾ കണ്ടിട്ട് ഈ ആ ഒരു കുറച്ച് ഇൻറ്റേർണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒന്ന് വൈൻഡപ്പ് ചെയ്ത് പിന്നീട് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. കാരണം പിന്നീട് നമ്മൾ ബിസിനസ് ഫോക്കസ്ഡ് ആകാൻ തുടങ്ങിയിട്ടൊരു 5-6 കൊല്ലം ആ ടൈമിലാണ്. നമുക്ക് ആ ഫോക്കസ് ഇനി വരത്തില്ല, അതുറപ്പാണ്. അതെ. ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടി എന്ന് വെച്ചാൽ ഈ ബിസിനസ് ഓട്ടോമേഷൻ, അതിനെ നല്ല രീതിയിലൊന്ന് എല്ലാ ക്ലയൻസിലോട്ട് അത് എത്തിക്കണം. രണ്ടാമത്തേത്, ഞങ്ങളൊരു ഈ ഹോസ്പിറ്റൽ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അലോപ്പതി ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ നല്ല സിസ്റ്റംസ് ഉണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത ലെവലിലുള്ള ആയുർവേദ, നാച്ചുറോപ്പതി, യുനാനി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഹോമിയോ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരിപ്പോഴും ഈ പേപ്പറിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഇവർക്ക് ഒരു പേഷ്യൻ്റെ ഡാറ്റ ഇല്ല, ഫാർമസി, റീഓർഡർ ലെവൽ, സ്റ്റോക്ക് കാര്യങ്ങൾ ഇതൊന്നും ഇവർക്ക് അറിയത്തില്ല. അപ്പോൾ അതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു 2 കൊല്ലം ആയിട്ട് ചെയ്തെടുക്കുന്ന സിസ്റ്റമാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ ഈ കൊല്ലം തൊട്ടത് ലോഞ്ച് ചെയ്തിപ്പോൾ ഒരു 20+ ക്ലയൻസ് അതിനകത്തുണ്ട്. ഒരു 17+ ബ്രാഞ്ചസ് ഉള്ള ആൾക്കാർ വരെ അത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അത് പോകുന്നു. അപ്പോൾ അതൊരു 50+ ആക്കുമെന്നാണ് ഈ വർഷം കൊണ്ട് അത് ഈ ഡിസംബർ കൊണ്ട് 50+ ആക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു ടാർഗറ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ AI എനേബിൾഡ് HR സിസ്റ്റം, അത് നമ്മുടെ എല്ലാ ബിസിനസ് ഓണേഴ്സിനും അത് പ്രയോജനപ്പെടും. പിന്നെ അടുത്തത് AI ആൻഡ് IoT ബേസ്ഡ് ആയിട്ടുള്ള ട്രാഫിക് സിഗ്നലിൻ്റെ സിസ്റ്റമാണ്. അത് ഈ ഗവൺമെൻറ് പ്രോജക്റ്റ്, പക്ഷേ നമ്മൾ ഇവിടുത്തെ പ്രോജക്റ്റ് ഉള്ളത് അതും ഇതാണ്. പിന്നെ നമുക്കൊരു ഡ്രീം എന്ന് വെച്ചാൽ ഒരു 14 അതൊരു 300+ സ്റ്റാഫ് സ്ട്രെങ്ത് ആക്കുക. പിന്നെ ഒരു കോട്ടയത്ത് ഒരു 100 CR ഒരു IT കമ്പനി എന്നുള്ള രീതിയിലായിട്ട് ഒരു 100 കോടി വിറ്റുള്ള കമ്പനി ആക്കണം. അവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട്, ഉപചോദ്യം. പൊതുവേ എല്ലാവരും കൊച്ചിയിലോട്ടാണ് IT കമ്പനി എന്ന് പറഞ്ഞ് ഓടി വരുന്നത്, കോട്ടയത്ത് നിന്നുള്ളവരൊക്കെ. അതെന്തുകൊണ്ടാണ് താങ്കൾ കോട്ടയത്ത് എന്നുള്ള എന്ന് പറഞ്ഞത്? കോട്ടയം ചേട്ടന് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് 4-5 കമ്പനീസ് ഉള്ളായിരുന്നു കോട്ടയത്ത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് കമ്പനീസ് ഉണ്ട്, 1000 അടുത്ത് കമ്പനീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ആ കോട്ടയത്ത് നമ്മൾ അടിയും തടയെല്ലാം പഠിച്ചത് കോട്ടയത്ത് നിന്ന് തന്നെ. ഞങ്ങൾക്ക് അന്നുള്ള ക്ലയൻസ്, ചേട്ടനുള്ള സമയത്തുള്ള ക്ലയൻസ് പോലും ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ സർവീസും കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും അതുപോലെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല സപ്പോർട്ട്, നമ്മുടെ കോട്ടയം അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബിസിനസ്സിനാണെങ്കിലും വളരെ രീതിയിൽ അഡ്വാൻറ്റേജ് കിട്ടും. നമുക്ക് പല കൺട്രീസിൽ നിന്ന് ക്ലയൻസ് ഉണ്ടെങ്കിലും കോട്ടയത്തു നിന്നുള്ള ക്ലയൻസിന് നമുക്ക് വേറെ വാല്യൂ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് ഓസ്ട്രേലിയ ബേസ്ഡൊക്കെ ഒരുപാട് ക്ലയൻസ് വിളിക്കുന്നത് എല്ലാം കോട്ടയത്തുള്ള ആൾക്കാരാണ്. അപ്പം അവർ കോട്ടയത്തുള്ളൊരു കമ്പനി തപ്പി വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് മിക്കപ്പോഴും കോഴ്സ് വരും. നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഓപ്പറേഷൻസ് ഉള്ളൂ രൂപേഷിന്? അല്ല, ഞങ്ങൾ UK ഒരു 2 വർഷം മുമ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം അവിടുന്ന് ക്ലയൻറ്റ്സ് അത്യാവശ്യം ഉള്ളതുകൊണ്ടും അവിടുന്ന് ഏജൻസികളും ഉള്ളതുകൊണ്ടും നമുക്ക് നല്ല രീതിയിൽ അവിടുന്ന് ബിസിനസ് വരുന്നുണ്ട്. അപ്പം ഒമാനിൽ ഞങ്ങൾ പണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഒരു 2 വർഷത്തിന് ശേഷം അതിവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നായിരുന്നു. അപ്പം ഈ തൊണ്ണം ബ്രദർ സംസാരിച്ചത് നമ്മൾ 2026 UK ഒമാനും നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെരി ഗുഡ്. രൂപേഷ്, താങ്കളുടെ വിജയത്തിൻ്റെ പിന്നിൽ ആരോടൊക്കെ നന്ദി പറയാനുണ്ട്? തീർച്ചയായിട്ടും ഒന്ന് ഫാമിലി, പേരൻസ്,
ഇന്ന് ഒരു ദിവസം ഒരു പ്രാവശ്യം പോലും ഞാൻ ഇറങ്ങുമ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നത് ഇന്നവരെ എന്നോട് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ചോദിക്കാറുള്ളൂ. അല്ലെങ്കിൽ ആ സമയത്തൊക്കെ 20-25 വയസ്സിലൊക്കെ നിൻ്റെ പ്ലാൻ എന്താ, പരിപാടി എന്താ, അങ്ങനത്തെ ഒക്കെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അന്ന് നമ്മൾ ഇട്ടിട്ട് പോയേനെ. കാരണം അന്നത്തെ അവസ്ഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നേ. അപ്പോൾ അച്ഛനും അമ്മയുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കരം തന്നെയാണ്. പിന്നെ അതിനുശേഷം ചേട്ടന് അന്ന് തൊട്ട് ഇന്ന് വരെ അതുപോലെ കൂടെയുണ്ട്. പിന്നെ കല്യാണം, വൈഫിൻ്റെ സപ്പോർട്ട്, ഈ 2016 ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് പോലും ഒക്കെ വൈഫ് ഹൗസിൽ നിന്നോ എനിക്കൊരു അങ്ങനത്തെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ടീം, കാരണം സാറിന് അറിയാവുന്ന പോലെ തന്നെ പല ആൾക്കാരും അവർ ടൈം ഒന്ന് നോക്കിയിട്ടോ അങ്ങനൊന്നും അല്ല നമ്മളോട്. അതെ, കാരണം എന്തെങ്കിലും പ്രൊജക്റ്റിന് എമർജൻസി ഉണ്ടെങ്കിൽ അവർ അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്ത് തരും. അപ്പം നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് ടീമും. അപ്പോൾ അതൊക്കെ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ പേര് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കൂടെ കഴിഞ്ഞ ഒരു 5 വർഷമുള്ള വിജയകുമാർ സാറ് വന്നതിന് ശേഷം നമ്മൾ പല സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിന് ഞങ്ങളിപ്പോൾ ഒരു ടെക്ലാൻസ് എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഞങ്ങളുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഇൻറ്റേൺഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളടുത്ത് ഒരു ഇൻ്റർവ്യൂവിന് ആൾക്കാർ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ റെസ്യൂമിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ അറിയത്തില്ല, കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അതിന് മാറ്റം ഞങ്ങൾ 2 വർഷം മുമ്പ് തന്നെ നമുക്കൊരു US പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്ക് പൈത്തൺ ചെയ്യാൻ അറിയുന്ന ആൾക്കാർ കോട്ടയത്ത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാം. അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്ത് നമ്മുടെ കമ്പനി തന്നെ ഫ്രീ ആയിട്ട് ഇൻറ്റേൺഷിപ്പും കൊടുത്ത് അവരെ ഒരു പ്രൊഡക്റ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തന്നെ അവരെ ഹയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് കമ്പനീസ് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റും പിള്ളേർക്ക് കൊടുക്കും. അതിനോടൊപ്പം 14,500 കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ രൂപേഷ് ഹാപ്പിയാണ്. അതെ അതെ, ഇനി ഉയരങ്ങളിലേക്കാണ്, തിരിഞ്ഞു നോട്ടമില്ല. നിങ്ങൾ കേട്ടു രൂപേഷ് എന്ന ഈ യുവ സംരംഭകൻ്റെ സ്പാർക്കുള്ള കഥ. അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് കിട്ടിയതല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരൻ തുടങ്ങി വെച്ചത് ഏറ്റെടുക്കേണ്ടി വന്നു 21 വയസ്സിൽ. തിരിച്ചടികൾ നിരവധി ഉണ്ടായിട്ടുണ്ട്, തിരിച്ചുവരവുകൾ അതിനേക്കാളും ഗംഭീരമായിരുന്നു. ഇനി അദ്ദേഹം തിരിഞ്ഞു നോക്കില്ല. 4,500 കസ്റ്റമേഴ്സ് ഒരു IT മേഖലയിൽ അത് വലിയ ഒരു തുക തന്നെയാണ്. 4,500 കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ചെറിയ നമ്പറല്ല, വലിയൊരു നമ്പർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് വൗച്ച് ചെയ്യാൻ പറ്റും. രൂപേഷിൻ്റെ എംപ്ലോയീസ് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ വളരെ സത്യസന്ധമായി കസ്റ്റമേഴ്സിന് നല്ലത് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പണത്തിൻ്റെ പുറകെ പോകുന്നവരല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ചെറുകിട സംരംഭകരെയും ഒക്കെ സഹായിക്കാൻ പറ്റുന്ന നല്ല ഉൽപ്പന്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഓട്ടോമേഷൻ, നമുക്കൊക്കെ സംരംഭം നടത്തുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മളുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നത്തിലാണ്. നമ്മൾ മാറി നിൽക്കണമെങ്കിൽ അവിടെ ഓട്ടോമേറ്റ് ചെയ്യേണ്ടി വരും. ഓട്ടോമേഷന് സഹായിക്കുന്ന രൂപേഷിനെ പോലുള്ള സംരംഭകർ ഇനിയും ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളുണ്ട്. കോട്ടയത്തൊരു 100 കോടി വിറ്റുവരവുള്ള ഒരു IT കമ്പനി ഉണ്ടാക്കണം, 300 പേർക്ക് തൊഴിൽ കൊടുക്കണം. ഇത്തരം സംരംഭകരും സംരംഭങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവണം. എങ്കിലേ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ അത് സഹായിക്കൂ. രൂപേഷ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇത്തവണത്തെ ബിസ്കോണും നിങ്ങളുടെ കയ്യിലാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. തീർച്ചയായും അത് വളരെ മനോഹരമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനിയും നമ്മുടെ ഗ്ലോബൽ ട്രിപ്പുകൾ ഇനിയും തുടരുകയാണ് ഈഗിൾ ഗ്രൂപ്പുമായിട്ട് യൂറോപ്പിലോട്ടൊക്കെ. വളരെ സന്തോഷമുണ്ട് താങ്കൾ ഈ വേദിയിൽ വന്ന് താങ്കളുടെ ഈ എളിയ എന്നാൽ വലിയ സംരംഭകത പറഞ്ഞതിന്. ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും നമ്മുടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന 1,600 ഈഗിൾസിൻ്റെ പേരിലും എല്ലാ ആശംസകളും താങ്കൾക്ക് നേരുന്നു. ഇനി ഉയരങ്ങളിലെത്തട്ടെ. താങ്ക് യു സർ. താങ്ക് യു.